നമസ്തേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നവരാത്രി ആശംസകൾ. നവരാത്രി രണ്ടാം ദിവസമായി ഇന്ന് അമ്മയുടെ ഏറ്റവും പ്രാധാന്യമേറിയ ദേവി മഹാത്മ്യം കിളിപ്പാട്ട് രൂപത്തിലുള്ള മലയാളത്തിലുള്ള ദേവി മഹാത്മ്യത്തിലെ രണ്ടാം അധ്യായം. ശിവസുത ഗജരൂപം രക്തവർണം ത്രിനേത്രം അമൃതുമയ ശരീരം സർവയജ്ഞം ഭവസുതം ഗണപതി ഗണനാദം പാദപത്മം നമാമ്യഹം. ഓം ഗം ഗണപതയേ നമഃ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപേ കള്ളം കളഞ്ഞു കമലത്തിലിടുന്ന ശക്തി വെള്ളത്തിലെ തിരതള്ളി വരും കണക്കിൻ ഉള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ ദേവി. ഓം സം സരസ്വതീ നമഃ. ഓം ഗം ഗുരുഭ്യോ നമഃ. അമ്മേ നാരായണ ദേവേ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. നമസ്തേ. രണ്ടാം അധ്യായം. ഘോരമായി ദേവാസുരയുദ്ധമുണ്ടായി മുന്നം 100 വത്സരം കാലമന്നസുരന്മാർക്കെല്ലാം രാജാവു മഹിഷൻ ദേവകൾക്കു പുരന്തരനാജിയിൽ തോറ്റാരെന്നോ ദേവകളറിഞ്ഞാലും ഇന്ദ്രനായി വാണാൻ മഹിഷാസുരനതുകാലം വൃന്ദാരകന്മാർ ചെന്നു വന്ദിച്ചു വിരിഞ്ചനെ ദാതാവു തന്നെ മുന്നിട്ടാതിഥേയന്മാർ ചെന്നു ഭൂദേശനാരായണന്മാരെയും വണങ്ങിനാർ. ഒന്നൊഴിയാതെ മഹിഷാസുര വിചേഷ്ടിതം വന്നൊരു ദുഃഖത്തോടും പേരുമുണർത്തിച്ചാൻ. ഇന്ദ്രാഗ്നീയമവരുണാനിലസൂര്യാദീനാം മന്ദിരങ്ങളും അധികാരവും അടക്കിനാൻ. സ്വർഗവും ഉപേക്ഷിച്ചു മർത്യരായി അവനിയിൽ ദുഃഖിച്ചു നടക്കുന്നു ഞങ്ങളെന്താവതയ്യോ. ഇല്ലൊരു ശരണം മറ്റവനെ വൈകിടാതെ കൊല്ലുവാനുപായമെന്തതിനെ ചിന്തിക്കണം. ഇത്തരം ത്രിദശന്മാർ വാക്കുകൾ കേട്ട നേരം ക്രുദ്ധന്മാരായി മഹാദേവനും മുകുന്ദനും അന്നേരം അവരുടെ വക്ത്രപത്മത്തിങ്കൽ നിന്നൊന്നിച്ചു പുറപ്പെട്ടു ഘോരമാം തേജസ്സപ്പോൾ. അംബോജോത്ഭവനുടെ വക്ത്രങ്ങൾ തോറും നിന്നു സംഭവിച്ചതു മഹാതേജോരാശിയുമപ്പോൾ. മറ്റുള്ള വിഭുതന്മാർ തന്നെ കോപം കൊണ്ടു തെറ്റെന്നു പുറപ്പെട്ടു ദീപിച്ച തേജോമയം
സർവദേവതാ ശരീരങ്ങളിൽ നിന്നുണ്ടായ ദുർവാരമായ തേജസ് ഒന്നിച്ചു കൂടിയപ്പോൾ ഉർവിയും ആകാശവും നിറഞ്ഞു പരന്നൊരു പർവ്വതമെന്ന പൂലി തേജസാം കൂട്ടമപ്പോൾ ഔർവാഗ്നി തന്നെക്കാളും ഘോരമാജ്വലിച്ചിതു സർവതോ വ്യാപ്തമായ കൽപ്പാന്ത അഗ്നിപൂലി സർവദേവന്മാരുടെ തേജസ്സും ഒന്നായി ചേർന്നു സർവലോകവ്യാപ്തമായി കാണായി ദേവന്മാർക്കും ഔർവാഗ്നിജ്വാലാമാലയോട് മുജ്ജലിച്ചൊരു പർവ്വതാകാരം പൂണ്ടു നിൽക്കുന്നതുപോലെ കണ്ടാർ. നാരീവേഷവും പൂണ്ടു നിൽക്കുന്ന ദിവ്യരൂപം പാരെല്ലാം നിറഞ്ഞ തേജസ്സൊടും കാണായല്ലോ. ശങ്കര തേജസ്സിനാലുണ്ടായി മുഖാംബുജം പങ്കജേക്ഷണനുടെ തേജസ്സാബാഹുക്കളും ബ്രഹ്മമാം തേജസ്സിനാലുണ്ടായി പാദങ്ങളും കാമ്യമാം നിതംബവും ഭൂമിതൻ തേജസ്സിനാൽ സൗമ്യ തേജസ പുനരുണ്ടായി തലകളും യാമ്യ തേജസ കേശഭാരവുമുണ്ടായി വന്നു. ചാരുമദ്യവും പുനരേന്ദ്രമാം തേജസ്സിനാൽ വാരുണ തേജസ്സിനാൽ ജംഗങ്ങളുരുക്കളും കൈവിരലുകളെല്ലാം ആദിത്യ തേജസ്സിനാൽ കാൽവിരലുകളെല്ലാം വസുക്കൾ തേജസ്സിനാൽ കൗബേര തേജസ്സിനാൽ നാസികയുണ്ടായി വന്നു. പാവക തേജസ്സിനാലുണ്ടായി നേത്രത്രയം. ദന്തങ്ങളെല്ലാം പ്രജാപത്യമാം തേജസ്സിനാൽ സന്ധ്യകൾ തേജസ്സിനാൽ ഭ്രൂക്കളുമുണ്ടായി വന്നു. മാരുത തേജസ്സിനാൽ ശ്രവണങ്ങളുമുണ്ടായി ചാരുത ചേർന്ന രൂപം പൂർണ്ണമായി കാണായി വന്നു. ദേവകളെല്ലാം തങ്ങൾക്കുള്ള ആയുധങ്ങൾ ദേവിക്കു കൊടുത്തിതു യുദ്ധത്തിനതു കാലം. ശങ്കരൻ ശൂലം നൽകി പങ്കജേക്ഷണൻ ചക്രം ശങ്കത്തെ വരുണനും ശക്തിയെ ദഗനനും മാരുതൻ ചാപബാണ പൂർണമാമിഷൂതിയും ഘോരമാം വജ്രം ഇന്ദ്രൻ കാലദണ്ഡത്തെ യമൻ ആരവം ചേരും മണി നൽകിന നൈരാവതം വാരിധി പാശത്തെയും നൽകിനാനതു കാലം. അക്ഷമാലയെ കൊടുത്തിടിനാൻ പ്രജാപതി പുഷ്കരാസനൻ കമണ്ഡലവും നൽകിയിടിനാൻ. രോമകൂപേഷു സൂര്യൻ രശ്മികൾ നൽകിയിടിനാൻ. ഭീമനാം കാലൻ ഗഡ്ഗചർമ്മങ്ങൾ നൽകിയിടിനാൻ. ക്ഷീരവാരിധി വസ്ത്രമുത്തരീയവും നൽകി ഹാരവും വിശേഷിച്ചു കൊടുത്തു മനോഹരം. ചൂടാരത്നവും അർത്ഥചന്ദ്രകുണ്ടലങ്ങളും ഹാടകടകേയൂരനോപുരങ്ങളും ഹാടകടകേയൂരനോപുരങ്ങളും അംഗദഗ്രീവീയകമലരത്നാഞ്ചിതമങ്കുലീയകങ്ങളും നൽകിനാൻ വിശ്വകർമ്മ. ശത്രുസംഹാരക്ഷമം പരശു നൽകിയിടിനാൻ. അസ്ത്രങ്ങൾ അഭേദ്യമാം സ്യന്തനമിവയെല്ലാം
അമ്ലാനാംബുജമാലമംബുജകുസുമവും അമ്പുതി നൽകിയിടിനാൻ അംബികയ്ക്കതു നേരം. ഹിമവാൻ നൽകിയിടിനാൻ വാഹനത്തിനു സിംഹം വിമലരത്നങ്ങളും അമിതം നൽകിയിടിനാൻ. മദ്യസമ്പൂർണമായ പാനപാത്രവും നൽകി വിദ്യേശൻ വിശേഷിച്ചു സമ്പൂർണ നിധികളും. ശേഷനാം നാഗേശ്വരൻ നിർമ്മല മണിഗണഭൂഷിതമായുള്ളൊരു നാഗഹാരവും നൽകി. അന്യദേവന്മാരാലും ഭൂഷണായുധങ്ങളാൽ അന്യോനാദരം ബഹുമാനിതയായ ദേവി സത്വരം ഉച്ചൈസ്തരമട്ടഹാസവും ചെയ്തു വിദ്രുതം നഭസ്ഥലം പൊട്ടുമാറതു നേരം. സപ്തവാരിധികളും സപ്തപർവ്വതങ്ങളും സപ്തദ്വീപുകളോടുമിളകി ഭൂമണ്ഡലം. നിർജരന്മാരും ദേവീഗർജനം കേട്ട നേരം വിജ്വരന്മാരായി സ്തുതിച്ചിടിനാർ മുനികളും. ഘോരനാദത്താൽ വിശ്വമിളകിക്കണ്ട നേരം ശൂരന്മാരാകും അമരാദികളെല്ലാവരും സന്നദ്ധന്മാരായി പരമായുധങ്ങളുമെടുത്തൗന്നത്യമേറും സൈന്യത്തോടുമുത്താനം ചെയ്താർ. എന്തൊരു ഘോഷം കേട്ടതെന്നോർത്തു മഹിഷനും ബന്ധുക്കളോടും ക്രോധത്തോടും ചെന്നതു നേരം. ത്രൈലോക്യം നിറഞ്ഞൊരു തേജസ ദേവീ രൂപമാലോക്യ നിജകൃതി വിസ്മയം തേടിയിടിനാൻ. പാദഘാതേന താനിടുന്ന ഭൂചക്രത്തോടും മേതുരകിരീടം ചെന്നുരുമ്മപ്രത്തോടും ദിക്കുകൾ തോറും വ്യാപിച്ചൊരു ബാഹുക്കളോടും ചാപജാനാദം കൊണ്ടു മുഴങ്ങും വിശ്വത്തോടും ശോഭിച്ചു കാണായി വന്നോ ദേവിയതു നേരം. കോപിച്ചു യുദ്ധം തുടങ്ങിയിടിനാർ അസുരരും ശസ്ത്രാസ്ത്രവൃഷ്ടി കൊണ്ടു ദീപിച്ചു ദിഗന്ധരം. വിത്രസ്തന്മാരായി വന്നു ലോകവാസികളെല്ലാം. മഹിഷാസുരസേനാപതി ചിക്ഷുരനപ്പോൾ സഹസാ ചെന്നിടിനാൻ ചാമരനോടും കൂടി. സംഖ്യയില്ലാതെ ചതുരംഗവാഹിനിയോടും ഹുംകാരത്തോടും ചെന്നു സമരം തുടങ്ങിനാൻ. മതത്തോട്60,000 തേരോടും ചെന്നുദഗ്രനായ ദൈത്യനടുത്തു യുദ്ധത്തിനായി. മഗദ്ദേശികൾ വീരനാകിയ മഹാകനോ സഹസ്രായുധരഥത്തോട് ചെന്നെതിരിട്ടാൻ. 50 നിയുതമായിടിനരഥത്തോടും വൻപനാസിലുമാവടുനതു നേരം. 600 യുധം തേരോടും ബാഷ്കളവീരൻ തുരകശതസഹസ്രങ്ങളോടതു നേരം. ഉഗ്രദർശനൻ താനും അടുത്തു യുദ്ധം ചെയ്താനുഗ്രനാം വിലാളനം തേരൊരു കോടിയോടും. 500,000 തേരോടും ചെന്നെതിരിട്ടാൻ അഞ്ചാതെ മഹാദേവി തന്നോടു ഭയഹീനം. ഹയനാഗേന്ദ്രരഥപംക്തികളുണ്ട് പുനരയുധം കോടി കോടി സഹസ്രങ്ങൾ. മഹിഷാസുരവീരനമിത ബലത്തോടും മഹിഷാന്തകിയോടു സമരം തുടങ്ങിനാൻ. ഗർഗപട്ട സബാണ പരശുശക്തികളും മുൾഗരഭിണ്ടിപാല തോമരപാശങ്ങളും
പരിഗമുസലങ്ങൾ കുശകുന്തങ്ങളാദിശരങ്ങൾ കൊണ്ടും തൂകിത്തുടങ്ങി മകാരണേ. ദേവിയും ശസ്ത്രാസ്ത്രങ്ങൾ വർഷിച്ചങ്ങുടനുടൻ ദേവവൈരികൾ ദേഹം ഭേദിച്ചു തുടങ്ങിനാൾ. ദേവതാപസഗന്ധർവാദികളതു നേരം ദേവിയെ സ്തുതിച്ചു സന്തോഷിപ്പിച്ചു മരുവിനാർ. ദേവിതൻ വാഹനമാം കേസരി വീരനപ്പോൾ ദേവഹരി സൈന്യമദ്യം പൊക്കു സഞ്ചരിക്കുന്നു. കാനനമധ്യേ അഗ്നി സഞ്ചരിച്ചിടും വണ്ണം സേനയെ ദഹിപ്പിച്ചു സത്വരം രോഷത്തോടെ യുദ്ധം ചെയ്യുമ്പോൾ ദേവീ നിശ്വാസങ്ങളിൽ നിന്നു സദ്യ സംഭവിച്ചതു ഗണകള സംഖ്യമായി പരശു ഭിണ്ടി പാല പട്ടസാദികളാലേ സുരവൈരികൾ തന്നെ അവരും ഒടുക്കിനാർ. മൃദംഗ പടക ശംഖാദിവാദ്യങ്ങളെല്ലാം മതം പൂണ്ടേറ്റം പ്രയോഗിച്ചതു യുദ്ധോത്സവേ. ശൂലഖഡ്ഗാസ്ത്ര ശസ്ത്രവൃഷ്ടിയാൽ മഹാദേവി കാലനൂർക്കയയ്ക്കുന്നു ദേവാരികളെയെല്ലാം. ഘോരമാം ഖണ്ഡാനാദം കേട്ടു മോഹിച്ചു ദൈത്യവീരന്മാർ തെരുതെരിപ്പാരിൽ വീണുഴലുന്നു. പാശത്താൽ ബന്ധിച്ചുടൻ ചിലരെ ഇഴയ്ക്കുന്നു. രോഷത്താൽ ഖഡ്ഗം കൊണ്ടു ചിലരെ ഖണ്ഡിക്കുന്നു. മുസലമേറ്റു രക്തം ഛർദ്ദിച്ചിടുന്നു ചിലർ. ഗദയേറ്റുടൻ ചിലർ പിടഞ്ഞു വീണിടുന്നു. പക്ഷശേശൂലമേറ്റ് ഭേദിച്ചിടുന്നു ചിലർ. തൽക്ഷണി ബാണമേറ്റു വീഴുന്നു ചിലരെല്ലാം. ബാഹുക്കളറ്റും കഴുത്തറ്റും ജംഘകളറ്റും ദേഹത്തിൻ നടുവറ്റും ഉത്തമാംഗങ്ങളറ്റും ഏകഭാഗക്ഷേശൂന്യന്മാരായി വീണു ചിലരാകുലപ്പെട്ടു വീണു ഭൂതലം നിറയുന്നു. കബന്ധങ്ങളും പുനരുത്ഥാനം ചെയ്തു ശീഘ്രം നിബന്ധമടുക്കുന്നു നൃത്തം വയ്ക്കുന്നു ചിലർ. നില്ലു നില്ലെന്നു പറഞ്ഞടുത്തു മഹാദേവി കൊല്ലുന്നു മഹാസുരഗജവാജികളെയും. കൂണഭങ്ങളെ കൊണ്ടു മറഞ്ഞു ചമഞ്ഞിതു രണഭൂമിയും തത്ര രുധിര നദികളും. ഓരോരോ വഴിയെ പോയി വേഗത്തിലൊഴുകുന്നു. നാരദൻ കൗതൂകലം പൂണ്ടുടൻ കൊണ്ടാടുന്നു. ഘോരതാവഗ്നി വനം ദഹിച്ചിടുന്ന പോലെ വീരന്മാരായ മഹാദൈത്യന്മാർ ദഹിക്കുന്നു. ദേവിതൻ ഗണങ്ങളും വേഗേന യുദ്ധം ചെയ്തു ദേവവൈരികളെ കൊന്നവോളമൊടുക്കുന്നു. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തൊക്കെ സ്തുതിക്കുന്നു. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തൊക്കെ സ്തുതിക്കുന്നു. ദേവിയും പ്രസാദിച്ചു ഭക്തരെ നോക്കിയിടുന്നു. രണ്ടാം അധ്യായത്തിലെ കഥകളേവം ചൊന്നേൻ. കുണ്ഠിതം കൂടാതെ ഞാൻ ചൊല്ലുവനിന് ശേഷം. നമസ്തേ. മൂന്നാം അധ്യായം നവരാത്രി മൂന്നാം ദിവസമായ നാളെ വരികൾ സഹിതം തുടരും. അമ്മേ നാരായണ ദേവി നാരായണ
ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ഈ നവരാത്രിയിൽ മലയാളത്തിലുള്ള കിളിപ്പാട്ട് രൂപത്തിലുള്ള ദേവി മഹാത്മ്യം വരികൾ സഹിതം തുടരും നാളെ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതമെന്ന ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവതം ദിവസവും 10 മിനിറ്റ് വരികൾ സഹിതം പാരായണം ചെയ്യുന്നു. അതുപോലെ ഈ പ്രധാനപ്പെട്ട നവരാത്രിയിൽ ഈ മലയാളത്തിലുള്ള ദേവി മഹാത്മ്യം സമ്പൂർണമായും പാരായണം ചെയ്യുന്നു. നമസ്തേ. അതുപോലെ ഈ ദേവിമാരുടെ ഈ കഥാഭാഗങ്ങൾ എല്ലാവരിലും എത്തുന്നതിന് വേണ്ടി അവരവരുടെ ഭക്തി ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലുമൊക്കെ ഈ അമ്മയുടെ ചരിതങ്ങൾ ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കണമെന്നുകൂടി ദേവീ നാമധേയത്തിൽ അഭ്യർത്ഥിക്കുന്നു. നമസ്തേ.